എനിക്ക് ബ്രെയിൻ ക്യാൻസർ ആണ്. ഡോക്ടേഴ്സ് പറഞ്ഞത് 6 ആഴ്ച അല്ലെങ്കിൽ കൂടിപ്പോയ 4 മാസം ജീവിക്കാമെന്നാണ്. ഞാൻ ഇതുവരെ കീമോ എടുത്തിട്ടില്ല. ഐ ഹീൽഡ് മൈസെൽഫ് വിത്ത് നാച്ചുറൽ തിങ്സ്, അതായത് ഹെർബ്സ്, മെഡിറ്റേഷൻസ്, ക്ലീൻ ഈറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. കീമോ എടുക്കാതെ ഇത് മാത്രം കഴിച്ചിട്ട് ഞാൻ സർവൈവ് ചെയ്തു. നിങ്ങൾ വിശ്വസിക്കണം. ബിക്കോസ് ഇത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ബെൽ കിബ്സൺ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ വെൽനസ് ഐക്കൺ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വെൽനസ് ഐക്കൺ ആയിരുന്നു ഒരു പെൺകുട്ടി പറഞ്ഞതാണ്. അവർ 2009 ഇങ്ങനെ ഒരു ക്യാൻസർ വന്നെന്നും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് മാറിയെന്നും പറഞ്ഞിട്ട് 2014 വീണ്ടും വന്നിട്ട് എൻ്റെ ക്യാൻസർ ബ്ലഡിലോട്ടും സ്പ്ലീനിലോട്ട് ലിവറിലോട്ടൊക്കെ സ്പ്രെഡായി, യൂട്രസിലോട്ട് വരെ സ്പ്രെഡായി എന്ന് പറഞ്ഞു. ആൻഡ് ഇപ്പോഴും ഞാൻ കീമോ എടുക്കുന്നില്ല. നിങ്ങളും കീമോ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എൻ്റെ ബുക്സ്, അതായത് ഇവരുടെ ബുക്ക് പബ്ലിഷ് ചെയ്ത പെങ്കിനാണ്. ഇവരുടെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ദ ഹോൾ പാൻട്രി എന്ന് പറയുന്ന ഒരു ആപ്പ്. ഈ ആപ്പ് ഫീച്ചർ ചെയ്ത ആൾക്കാരാരാന്നറിയാം? ആപ്പിൾ. അവരുടെ ആപ്പിളിന്റെ സ്മാർട്ട് വാച്ചിൽ അവർ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇവരെ വിശ്വസിച്ച ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് അവരുടെ കീമോ, ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവർ പറയുന്ന ഇവരുടെ ആപ്പിൽ ഷെയർ ചെയ്ത കാര്യങ്ങൾ ഫോളോ ചെയ്തവരുണ്ട്. ഇനി ഇതൊന്നും പോരാതെ ഈ ആപ്പിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നു ഇവർ പറഞ്ഞായിരുന്നു. അവർ ഷെയർ ചെയ്ത ചാരിറ്റിക്കാർ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല, അവർക്കൊരു പ്രോഫിറ്റ് കൊടുത്തിട്ടില്ല. അവസാനം ഒരു റിയാലിറ്റി ഷോയിൽ വെച്ചിട്ട് ഇന്റർവ്യൂവിലാണ് ഇവർ പിടിക്കപ്പെടുന്നത്. ഇവരെന്നെ സമ്മതിച്ചു, ഇവർ പറഞ്ഞതെല്ലാം കള്ളമാണ്, ഇവർക്ക് ക്യാൻസറേ ഉണ്ടായിട്ടില്ല എന്ന്. ഇനി നിങ്ങൾ പറ, ഈ ക്യാമറയുടെ മുൻപിൽ വന്നിരുന്ന് പറയുന്നവരാണോ അതോ 6-7 വർഷം പഠിച്ച് ഡോക്ടറായിട്ട് അവർ പറയുന്നതാണോ കാര്യം? നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും കുറെ ആൾക്കാരുണ്ട് ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, എനിക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് കണ്ണും അടച്ച് വിശ്വസിച്ചിട്ട് താൻ കഴിക്കുന്ന മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ കാണുന്ന കണ്ണി കണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കും. അതിന്റെ പിന്നാലെ അങ്ങ് പോകും. അല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ അങ്ങനെ ആയിരുന്നു. ഉമ്മ പറയും യൂട്യൂബിൽ അത് കണ്ടു, FB-യിൽ അത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മരുന്നൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇന്ന് മരിക്കും നാളെ മരിക്കുന്നതായിട്ട് ജീവിക്കുന്നവർക്ക് നിങ്ങൾ മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുമ്പോൾ അത് വലിയൊരു ആശ്വാസമാണ്. അതാണ് ഈ ഒരു പെണ്ണ് മുതലെടുത്തത്. സോ ഇതുപോലുള്ള ആൾക്കാരുടെ കെണിയിൽ നിങ്ങൾ വീഴരുത്. ഇതുപോലുള്ള നല്ല വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ബൈ.